എല്ലാ കൂട്ടുകാർക്കും KFIL LSS സ്റ്റാർസിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളുമാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച 1, 3, 5, 7, 9 എന്നീ ഒറ്റ സംഖ്യകളും 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്ന ഇരട്ട സംഖ്യകളും ഓർമ്മ വരും. പക്ഷേ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങളാണ്. ഒറ്റ സംഖ്യകൾ എന്നാൽ നമുക്കറിയാം, ഇരട്ട സംഖ്യകൾ എന്നാലും നമുക്കറിയാം. എന്താണ് ഒറ്റ സംഖ്യകൾ? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ. ഒറ്റ സംഖ്യകൾ എന്നാൽ എന്താണ്? ഓക്കെ, നിങ്ങൾക്കറിയാം, ഒരു സംഖ്യയെ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ലെങ്കിൽ ആ സംഖ്യകൾ ഒറ്റ സംഖ്യകളാണ്. അതായത് 3 ഒരു ഒറ്റ സംഖ്യയാണ്. 3നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുമല്ലോ. അതുകൊണ്ട് 3 ഒരു ഒറ്റ സംഖ്യയാണ്. ഇനി 5 എടുത്തു നോക്കൂ. 5നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ഹരണഫലവും 1 ശിഷ്ടവും കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റ സംഖ്യകൾ എന്നാൽ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റാത്തതാണ്. അല്ലെങ്കിൽ ഒരു സംഖ്യയെ തുല്യമായ 2 പൂർണ്ണസംഖ്യകൾ ആക്കാൻ കഴിയില്ലെങ്കിൽ അത് ഒറ്റ സംഖ്യകൾ. ഓക്കെ ആണല്ലോ. ഇരട്ട സംഖ്യകളാണെങ്കിലോ നമുക്ക് തുല്യമായി 2 ഭാഗങ്ങളാക്കി മാറ്റാൻ കഴിയും. ഇങ്ങനെ തുല്യമായി 2 ഭാഗങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന സംഖ്യകളെ ഇരട്ട സംഖ്യകളെന്നും 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റാൻ കഴിയാത്ത സംഖ്യകളെ ഒറ്റ സംഖ്യകൾ എന്നും പറയുന്നു. ഇന്ന് നമുക്ക് ഒറ്റ സംഖ്യകളുടെ കുറച്ച് പ്രത്യേകതകൾ കൂടി പഠിക്കാം. നോക്കൂ, 2 ഒറ്റ സംഖ്യകൾ 1, 3. എന്താണ് അവയുടെ തുക? 4 അല്ലേ? ഇനി മറ്റ് 2 ഒറ്റ സംഖ്യകൾ എടുത്തു നോക്കൂ. 5, 7. എന്താണ് അവയുടെ തുക? 12. ഇങ്ങനെ നാം ഏത് 2 ഒറ്റ സംഖ്യകൾ കൂട്ടി നോക്കിയാലും തുക ഒരു ഇരട്ട സംഖ്യയായിരിക്കും. ഇനി നമുക്ക് 2 ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം കാണാം. 3, 5. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? 5 - 3 2. ഇനി മറ്റ് 2 ഒറ്റ സംഖ്യകൾ എടുത്തു നോക്കൂ. 11, 13. എന്താണ് അവയുടെ വ്യത്യാസം? 2. ഇങ്ങനെ ഏത് 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കുറച്ചാലും അവയുടെ ഉത്തരം ഒരു ഇരട്ട സംഖ്യയായിരിക്കും. നാം എത്തിച്ചേരുന്ന നിഗമനം 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അതേപോലെ 2 ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസവും എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. മക്കൾക്ക് ഈ കാര്യം മനസ്സിലായല്ലോ. അതേപോലെ നമുക്ക് 2 ഇരട്ട സംഖ്യകൾ എടുത്തു നോക്കാം. ഉദാഹരണത്തിന് 2, 8. എന്താണ് അവയുടെ തുക? 10 അല്ലേ? മറ്റ് 2 ഇരട്ട സംഖ്യകൾ എടുത്തു നോക്കൂ. 10, 12. എന്താണ് അവയുടെ തുക? 22 അല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ 2 ഇരട്ട സംഖ്യകളുടെ തുകയും ഇരട്ട സംഖ്യയായിരിക്കും. അതേപോലെ 2 ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമോ? ഉദാഹരണത്തിന് 6, 2. 6ൽ നിന്നും 2 കുറച്ചാൽ 4 അല്ലേ? അപ്പോൾ 2 ഇരട്ട സംഖ്യകളുടെ തുക ഒരു ഇരട്ട സംഖ്യയായിരിക്കും. 2 ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒരു ഇരട്ട സംഖ്യയായിരിക്കും. നാം നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. 2 ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അതേപോലെ 2 ഇരട്ട സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും. 2 ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. മക്കൾ ഇത്തരം ക്രിയകൾ കൂടുതൽ ചെയ്തു നോക്കുമല്ലോ. ഇനി നമുക്ക് ഇരട്ട സംഖ്യകളെക്കുറിച്ച് മറ്റൊരു കാര്യം കണ്ടുപിടിക്കാം. മക്കൾ ഒരു കാര്യം ചെയ്യൂ.
ഒന്നാമത്തെ ഇരട്ട സംഖ്യ എത്രയാണെന്ന് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി നോക്കൂ. 2 അല്ലേ? രണ്ടാമത്തെ ഇരട്ട സംഖ്യയോ? 4. ശരിയാണല്ലോ. മൂന്നാമത്തെ ഇരട്ട സംഖ്യ 6. നാലാമത്തെ ഇരട്ട സംഖ്യ 8. അഞ്ചാമത്തെ ഇരട്ട സംഖ്യ 10. ഇങ്ങനെ നാം തുടർച്ചയായി ഇരട്ട സംഖ്യകൾ എഴുതി വെക്കുക. ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ ഇരട്ട സംഖ്യ 2, അതായത് 1 ഗുണിക്കണം 2. രണ്ടാമത്തെ ഇരട്ട സംഖ്യ 2 ഗുണിക്കണം 2, 4. അഞ്ചാമത്തെ ഇരട്ട സംഖ്യ 5 ഗുണിക്കണം 2, 10. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഏത് ഇരട്ട സംഖ്യ ചോദിച്ചാലും നാം എന്തു ചെയ്താൽ മതി? ആ ചോദ്യത്തിൽ ചോദിച്ച സംഖ്യയുടെ ഇരട്ടി കണ്ടാൽ മതി, അല്ലെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 100ാമത്തെ ഇരട്ട സംഖ്യ എത്രയായിരിക്കും? ശരി, നിങ്ങൾ കണ്ടെത്തിയത് വളരെ കറക്റ്റായ ആൻസറാണ്. 100ാമത്തെ ഇരട്ട സംഖ്യ 200, അതായത് 100ൻ്റെ ഇരട്ടി 200, അല്ലെങ്കിൽ 100 ഗുണിക്കണം 2, 200, അല്ലേ? ഇനി 500ാമത്തെ ഇരട്ട സംഖ്യയോ? 500 ഗുണിക്കണം 2, 1000, അല്ലേ? ഇപ്പോൾ മക്കൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. നമ്മോട് ഏത് ഇരട്ട സംഖ്യ ചോദിച്ചാലും അതിനോട് 2 ഗുണിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി എഴുതിയാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇത്തരം കൂടുതൽ പ്രവർത്തനങ്ങൾ മക്കൾ നോട്ട്ബുക്കിൽ ചെയ്ത് പരിശീലിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒറ്റ സംഖ്യകൾ കണ്ടുപിടിക്കാം. നോക്കൂ, ഒന്നാമത്തെ ഒറ്റ സംഖ്യ 1, അല്ലേ? ഒന്നാമത്തെ ഇരട്ട സംഖ്യ എത്രയായിരുന്നു? 2. ഇനി രണ്ടാമത്തെ ഒറ്റ സംഖ്യ 3. രണ്ടാമത്തെ ഇരട്ട സംഖ്യയോ? 4. അഞ്ചാമത്തെ ഇരട്ട സംഖ്യ 10. അഞ്ചാമത്തെ ഒറ്റ സംഖ്യയോ? 9. ഇങ്ങനെയാവുമ്പോൾ ഇരട്ട സംഖ്യയിൽ നിന്നും 1 കുറച്ചാൽ ഒറ്റ സംഖ്യ കിട്ടും, അല്ലേ? അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം? 100ാമത്തെ ഇരട്ട സംഖ്യ 200 അതിൽ നിന്ന് 1 കുറച്ചാൽ 100ാമത്തെ ഒറ്റ സംഖ്യ കിട്ടും. അതായത് 200 മൈനസ് 1 സമം 199. അതാണ് 100ാമത്തെ ഒറ്റ സംഖ്യ. ഇങ്ങനെ നമുക്ക് ഏത് ഒറ്റ സംഖ്യകളും ഏത് ഇരട്ട സംഖ്യകളും വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. മക്കൾ കൂടുതൽ പ്രവർത്തനങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് പരിശീലിക്കണേ. ഇപ്പോൾ നാം എന്തൊക്കെയാണ് പഠിച്ചത്? ഏത് ഒറ്റ സംഖ്യ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും, അതുപോലെ തന്നെ ഇരട്ട സംഖ്യകളും. ഇനി ഞാൻ പറയുന്നത് മക്കൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതിൽ നിന്നും ചെറിയൊരു മാറ്റമാണ് പുതിയ ചോദ്യത്തിനുള്ളത്. അതായത് 200 എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണ്? കേട്ടല്ലോ, ചോദ്യം ശ്രദ്ധിച്ച് കേട്ടല്ലോ. 200 എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണ്? ശരി, 200ൻ്റെ പകുതി 100, അല്ലേ? അതായത് 200 100ാമത്തെ ഇരട്ട സംഖ്യയാണ്. 500 എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണ്? 500ൻ്റെ പകുതി 250. അതായത് നമ്മൾ ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്നു. എത്രാമത്തെ എന്ന് ചോദിക്കുമ്പോൾ ഹരിച്ചിട്ട് വേണം നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാൻ. ഇനി നാം നോക്കുക, 101 എത്രാമത്തെ ഒറ്റ സംഖ്യയാണ്? നമ്മൾ എന്ത് ചെയ്യണം? 100 ഏത് ഇരട്ട സംഖ്യയാണെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ 102 എത്രാമത്തെ ഇരട്ട സംഖ്യയാണെന്ന് കണ്ടുപിടിക്കണം. 2 രീതിയിലും നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. 101 എത്രാമത്തെ ഒറ്റ സംഖ്യയാണ് എന്ന് ചോദിക്കുമ്പോൾ 1 കുറച്ച് 100 ആക്കുക. അതിൻ്റെ പകുതി 50. അപ്പോൾ 99 50ാമത്തെ ഒറ്റ സംഖ്യയാണ്. 101 51ാമത്തെ ഒറ്റ സംഖ്യയും. ഇതും നമ്മൾ കൂടുതൽ പ്രവർത്തനങ്ങൾ വെച്ച് എഴുതി ശീലിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും.